പുറപ്പാട് അധ്യായം 28. മഹാപുരോഹിതൻ്റെ വസ്ത്രം. പ്രിയരെ, പുറപ്പാട് 28-ാം അധ്യായത്തിൽ ദൈവം മഹാപുരോഹിതനായ അഹരോന് ധരിക്കേണ്ട വസ്ത്രങ്ങളെക്കുറിച്ച് നിർദ്ദേശിക്കുന്നു. ഇവ സാധാരണ വസ്ത്രങ്ങളല്ല, മഹത്വത്തിനും സൗന്ദര്യത്തിനുമായി ഒരുക്കിയതാണ്. എഫോദും നെഞ്ചലപ്പട്ടവും തോളുകളിലെ 2 കല്ലുകളിലും ഇസ്രായേൽ ഗോത്രങ്ങളുടെ പേരുകൾ എഴുതിയിരിക്കുന്നു. മഹാപുരോഹിതൻ ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ ജനങ്ങളെ തൻ്റെ ഹൃദയത്തിലും തോളുകളിലും വഹിക്കുന്നു. നെഞ്ചലപ്പട്ടത്തിലുള്ള ഉമീറും തുമീമും ദൈവത്തിൻ്റെ ഇഷ്ടം അറിയാനുള്ള അടയാളങ്ങളാണ്. മനുഷ്യൻ്റെ അഭിപ്രായമല്ല, ദൈവത്തിൻ്റെ തീരുമാനമാണ് മുമ്പിൽ വരേണ്ടത്. വസ്ത്രത്തിൻ്റെ അഗ്രങ്ങളിൽ മണികളും മാതള നാരകങ്ങളും മഹാപുരോഹിതൻ ദൈവസന്നിധിയിൽ ജീവൻ കൊണ്ട് പ്രവർത്തിക്കുന്നു എന്ന അടയാളമാണ്. പ്രിയരെ, പുറപ്പാട് 28 നമ്മോട് പറയുന്നത് ഇതാണ്: ദൈവത്തെ സേവിക്കുന്നവർ വിശുദ്ധതയോടെയും ഉത്തരവാദിത്വത്തോടെയും നിൽക്കണം. പുതിയ നിയമത്തിൽ യേശുക്രിസ്തു നമ്മുടെ പരമ മഹാപുരോഹിതനാണ്. അവൻ നമ്മെ തൻ്റെ ഹൃദയത്തിൽ വഹിച്ച് ദൈവസന്നിധിയിൽ മധ്യസ്ഥനായി നിലകൊള്ളുന്നു. അതിനാൽ നമ്മുടെ ജീവിതവും മഹത്വത്തിനും സൗന്ദര്യത്തിനുമായി ദൈവത്തിന് മുമ്പിൽ സമർപ്പിക്കട്ടെ. നന്ദി, നമസ്കാരം. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.